നമസ്കാരം. പെട്ടെന്ന് തന്നെ മറ്റൊരു വീഡിയോ ചെയ്യാൻ കാര്യം മറ്റൊന്നുമില്ല. പോയി കിടന്നുറങ്ങാമെന്നും പറഞ്ഞിരുന്നപ്പോഴാണ് ഒരു വാർത്ത കിടന്നത്. താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. താഴോട്ട് വായിച്ചപ്പോഴാണ് 10ാം ക്ലാസ്സുകാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെന്ന്. എന്തിനിടെ ഇത്? കുറച്ച് ദിവസമായി ഈ നാട്ടിൽ മൊത്തം തല്ലും കുത്തും ബഹളങ്ങളുമാണ്. ഈ യൂട്യൂബ് ചാനലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണുന്ന മൊത്തം ഒരു പ്രധാന ചർച്ച എന്ന് വെച്ചാൽ മാർക്കോ സിനിമ. ആ സിനിമ ഇതുവരെ കണ്ടില്ല. എന്തൊരാവട്ടെ ഭയങ്കര വയലൻസ് എന്നാണ് പറയുന്നത്. അത് മലയാളത്തിൽ ഭയങ്കര വയലൻസ്. ഇവിടെ ഹിന്ദിയിലായാലും, ഹിന്ദി എന്തിന്, ബോളിവുഡ് വർഷങ്ങളായിട്ട് വെബ് സീരീസുകൾ പലതും കണ്ടു കഴിഞ്ഞാൽ വളരെ ഭീകരമായ വയലൻസ് കാണിക്കുന്നുണ്ട് നാട്ടിൽ. വർഷങ്ങൾക്ക് മുമ്പേ കാണിക്കുന്നുണ്ട്. ഈ സിനിമയൊന്നുമല്ല പ്രശ്നം. ഞാൻ പറഞ്ഞുതരാം. ഈ നാട്ടിലെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അധ്യാപകരെ ഭയം ഉണ്ടായിരുന്നു. കാരണം എന്താണ്? അന്നത്തെ പ്രായത്തിൽ, ആ ചെറിയ പ്രായത്തിൽ അവർ ഭയം ഉണ്ടാക്കാൻ അവർ വേറെ വലിയ കരാട്ടയൊന്നുമല്ല കാണിക്കുന്നത്. ചെറിയൊരു കമ്പ് അവരെ കൈ കാണും, ചൂരൽ കഷായം എന്ന് പറഞ്ഞ സാധനം. ആ പ്രായത്തിൽ അത് മതിയായിരുന്നു. നമുക്കൊരു സാറന്മാരുടെ അന്ന് ആ പ്രായത്തിൽ നമുക്ക് ദേഷ്യം അടിക്കുന്ന സാർ, അയ്യോ അങ്ങനെ കേട്ടോ, കുറേ ഇരട്ട പേരൊക്കെ ഉണ്ടായിരുന്നു സാറന്മാർക്ക്. അതൊക്കെ ആലോചിക്കുന്ന ഒരു പ്രത്യേക ഫീലാണല്ലോ, നൊസ്റ്റാൾജി എന്നൊക്കെ പറയുന്നത്. അത്രയ്ക്കേ ഉള്ളൂ. ഇപ്പോഴും പിള്ളേരെ വഴക്ക് പറയാൻ പാടില്ല, അടിക്കാൻ പാടില്ല അധ്യാപകർക്ക്. ഈ അടി എന്ന് പറഞ്ഞാൽ മണ്ടേ അടിച്ച് പൊട്ടിക്കുന്ന ഇതിനകത്ത് ചെറിയ അടി കൊടുത്ത് വളർത്തില്ല. ഇതിനകത്ത് വലിയ വലിയ സംഭവങ്ങൾ സമൂഹത്തിലുണ്ടാവും. അതിനാണ് അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോഴെന്ത് ഈ വീഡിയോ ചെയ്യണതിൻ്റെ പേരിൽ ഇനി ബാലാവകാശ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് ഓരോ സംഭവങ്ങളുണ്ട്. അമേരിക്ക ഗ്യാസ് കൊടുക്കുന്നു, പിള്ളേരെ അടിക്കണമെന്ന് പറഞ്ഞ് അതൊക്കെയാണ് നാട്ടിലെ പ്രശ്നം. പിള്ളേരെ ചെറിയ പ്രായത്തിൽ ചെറിയ കമ്പ് വെച്ച് അടിച്ച് അങ്ങനെ ഒരു രീതി തന്നെ വളർത്തി വിടണം. അല്ലെങ്കിൽ ഇത് കണക്ക് ഇരിക്കുന്ന നാട്. ഇനി ഇതങ്ങോട്ട് പോകണം. ഇനി വെടിവെച്ച് കൊന്നൊക്കെ ഇനിയും കണ്ട 8ാം ക്ലാസ്സുകാരൻ 10ാം ക്ലാസ്സുകാരൻ വെടിവെച്ച് കൊന്നു കാണേണ്ടി വരും ഈ നാട്ടിൽ. പ്രധാനമായി ഈ തോക്കൊന്നും കിട്ടാൻ ഇനി ഇവിടെ വിഴിഞ്ഞ പോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തിനൊക്കെ ഇവിടെ വരുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എല്ലാവരുടെ കയ്യിൽ സാധനങ്ങളൊക്കെ വരും. ഇവിടെ ഒന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഒരു നാട്ടിൽ ഇതൊന്നും ക്രൈമില്ലാത്ത നാടുകളൊന്നും ഇല്ലല്ലോ. ഇവിടെ എല്ലാം നമ്മളത് കാണേണ്ടി വരും. ഞാൻ ഇവിടെ ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ ഗണേശണ്ണൻ്റെ പടം എവിടെയെങ്കിലും കണ്ട എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു പാട്ടാണ് വരണത്. ഞാൻ പിഴ, എന്തിനും പിഴ. എന്നിട്ട് ഓരോ നിയമം. ഇവിടെ റോഡില്ല, ടാറില്ല, തേങ്ങയില്ല, ഒന്നുമില്ല. KSRTC ബസ്സിൽ കയറണം, ടെറ്റനസ് എടുത്തിട്ടാണ് കയറുന്നത്. ആ അവസ്ഥയാണ്. അപ്പോഴാണ് പിഴ. വണ്ടി വന്നിട്ട് 12 പൈസ 14 പൈസ പിള്ളേർക്ക് പ്രത്യേക സീറ്റ് ഉണ്ടാക്കി വെക്കണമെന്നൊക്കെ പറഞ്ഞ നിയമം ഒക്കെയാണ് ഇവിടെ MBD കൊണ്ടുവരണത്. ഇതൊന്നും അല്ലേ നാട്ടിൽ വേണ്ടത്. ആദ്യം പിള്ളേരെ മര്യാദയ്ക്ക് വളർത്താനുള്ളത് നോക്കണം. ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ കമ്പെടുത്ത് സാറന്മാരടിച്ചെന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിക്കില്ല. അല്ലെങ്കിൽ ഇതിനൊക്കെ സംഭവിക്കും. ഇത്രയും പറയാനുള്ളൂ. ഒരു ചെറിയ വടിയുടെ ആവശ്യമുള്ളൂ ആ ചെറിയ പ്രായത്തിൽ. അതുപോലും ഇല്ല. സാറന്മാർ ഇപ്പം എൻ്റെ പരിചയത്തിന് ഒരുപാട് സർക്കാർ അധ്യാപകന്മാരുണ്ട്, സർക്കാർ സ്കൂളുകളിലെ അധ്യാപകന്മാർ. പറയണം, അവരൊക്കെ കഷ്ടപ്പാടാണ്. പാവങ്ങൾ. ഒരു കാര്യം പിള്ളേരുടെ അടുത്ത് അങ്ങോട്ട് പറയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും പഠിപ്പിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങാമെന്ന് നോക്കണം. അത്രയ്ക്ക് പ്രഷറിലാണ് അധ്യാപകരുടെ അവസ്ഥ, സർക്കാർ സ്കൂളുകൾ പ്രത്യേകിച്ച്. അതൊക്കെയാണ് ശരിയാവുള്ളത്. ഇനി എന്തരായി തീരുമെന്ന് നാടൊക്കെ കഷ്ടം തന്നെ.